നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് 2 രണ്ടാമത്തെ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് നടന്നത് പൊതുവെ പറയണമെങ്കിൽ, അതായത് നമ്മുടെ അനീഷിനെ ഒരു വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ് ചക്കര വാവയായി കുഞ്ഞു വാവയായി സീസൺ 7 മുത്തായിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്ന് മാറ്റുന്നത് നീ ആ കളി തുടങ്ങിക്കോ അല്ലെങ്കിൽ തുടർന്നോ എന്ന് അനീഷിന് ഒരു ലൈസൻസ് കൊടുക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. അവരെ കുറ്റം പറയാനും സാധിക്കില്ല. കാരണം അനീഷ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ കുറെ കണ്ടന്റുകൾ ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുറെ പേര്, അതായത് ഏതാണ്ട് ഒരു 90% ആൾക്കാരും ഈ പറഞ്ഞ അനീഷിനെതിരായിട്ടാണ് പരാതികൾ എഴുതിയിട്ടത്. അവിടെ എല്ലാം ലാലേട്ടൻ ചിരിച്ചു കളിച്ച് അത് പുള്ളിയുടെ ഗെയിമാണ് എന്നുള്ള രീതിയിൽ ചിരിച്ചു കളിച്ച് അവനൊരു ലൈസൻസ് കൊടുക്കും പോലെ നിങ്ങൾ അത് തുടർന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ ഇരുത്തി. അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ്, അത് ചെയ്യണം. കാരണം അവനെ ഇപ്പൊ ഒന്ന് വഴക്ക് പറഞ്ഞിരുത്തി കഴിഞ്ഞാൽ അവന്റെ ആ ഒരു ഗെയിം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു തേങ്ങയും കാണത്തില്ല, ആർക്കും ഒരു കണ്ടന്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു കാര്യം ലാലേട്ടൻ അവിടെ പറയാമായിരുന്നു. അവന്റെ ഗെയിം കാര്യങ്ങൾ അവൻ ആരുടെ സംസാരിക്കുന്നില്ല, ശരി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ അവൻ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അതൊക്കെ അവന്റെ ഗെയിം പ്ലാൻ. പക്ഷെ ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ക്യാപ്റ്റന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് ഈ സൈത്യ ഇങ്ങനെ വെറുതെ ഇരിക്കുമെങ്കിലും സംസാരിക്കുമ്പോൾ നല്ല സ്ഫുടതയോടുകൂടി നല്ല പോയിന്റുകൾ എടുത്തു പറയുന്ന ഒരു വ്യക്തിയായിട്ട് സൈത്യ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സംസാരങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സൈത്യ പറഞ്ഞൊരു കേസുണ്ട്. ബാക്കി എന്തോ ആയിക്കോട്ടെ, ക്യാപ്റ്റന് ഒരു ഉത്തരവാദിത്തമുണ്ട്. അവിടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ പുള്ളി അപ്പോഴും മൈൻഡ് ചെയ്യത്തില്ല. അതെങ്കിലും ലാലേട്ടനെ ചോദിക്കാമായിരുന്നു, അതെന്തുകൊണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ അവരുടെ ഗെയിം പ്ലാൻ. ഓക്കെ, ഒരു ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ക്യാപ്റ്റൻ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. മറ്റുള്ളവർ വന്നിട്ട് ഇങ്ങനൊരു പരാതി എന്തെങ്കിലും കാര്യം പറയാൻ പോകുമ്പോൾ ഈ പുള്ളി മൈൻഡ് ചെയ്ത മേലത്ത് നോക്കി പോകണം. നമ്മുടെ ആര് പറയുമ്പോൾ നമ്മൾ ജിസൈൽ പറയുമ്പോൾ, ജിസൈൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. ജിസൈൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കത്തോണ്ടാണ് ജിസൈലിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജിസൈലിന് ഈ പറഞ്ഞ അനുമോളയും കടത്ത് കിട്ടിക്കൊണ്ടുള്ള വോട്ടുകൾ ജിസൈലിന് കിട്ടുന്നുണ്ട്. ഹ്യൂജ് ഒരു ഫാൻ ബേസ് ജിസൈലിൽ ഇപ്പൊ ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജിസൈല് വേണമെങ്കിൽ ടോപ്പ് 5 വരെ എത്താം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാഴ്ച കൊണ്ട് കളികൾ ആകെ മാറും എന്നുള്ളതാണ്. ഒരാഴ്ച കൊണ്ട് അത് മാറണം. അതായത് ഇപ്പോഴുള്ള ഒരു 30 അല്ലെങ്കിൽ ഒരു 50 ദിവസം വരെ ഇങ്ങനെ പോകും. 50 ദിവസം വരെ ഓരോ ആഴ്ചയും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു 50 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു രാജാവ് ഉണ്ടാകും അല്ലെങ്കിൽ റാണി ഉണ്ടാവും. പിന്നെ മാറാൻ വലിയ പാടാണ്. പിന്നെ അവരെന്ത് കുറ്റം ചെയ്താലും ആൾക്കാർ അതിനെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ന്യായീകരണം കൊണ്ടുവരും. അതുകൊണ്ട് ഇത് ഓരോ ആഴ്ചയിൽ ലാലേട്ടൻ പറഞ്ഞാൽ ഓരോ പെർ ഡേ ഈ സാധനം മാറിക്കൊണ്ടിരിക്കും. അതങ്ങനെ അങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും, ചിലപ്പോൾ അവർക്ക് വോട്ട് കൂടുതലായിരിക്കും, ഇവർക്ക് വോട്ട് കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോ ജിസൈലിന് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഫാൻസ് ബേസ് കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിവിനും ഫാൻസ് വരുന്നുണ്ട്. അത്ര ഹ്യൂജ് അല്ലെങ്കിലും ഫാൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ അനീഷിനെ അവരെ ഒരു കുഞ്ഞു വാവയെ ചെല്ലക്കുട്ടിയെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. നീ ഇത് എന്താണോ നീ കാണിച്ച ധൈര്യമായി പൊയ്ക്കോ, നിനക്ക് ഫുൾ പവർ വന്നിട്ടുണ്ട്, ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റോ? ഇല്ല. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ എവിക്ഷൻ ആദ്യമേ തന്നെ നടന്നു. മുൻഷി രഞ്ജിത്തിന്റെ എവിക്ഷനാണ് നടന്നത്. അതിനകത്ത് അവസാനം പുള്ളി വളരെയായിട്ട് ഞെട്ടിപ്പോയി. പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പുള്ളിയുടെ പിന്നീട് ഇതൊക്കെ മുഖമൊക്കെ ഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവസാനം ആ ലെറ്റർ വായിച്ചപ്പോൾ ആരും കൊടുക്കാറ് എല്ലാവരും പരാതികൾ എഴുതിയിട്ടു. അതിനകത്ത് ലാസ്റ്റ് ലാലേട്ട ലെറ്റർ വായിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നി. ഞാൻ മുൻഷി രഞ്ജിത്ത്, ലാലേട്ട എനിക്ക് ലാലേട്ടനോട് പറയാൻ ഒരു പരാതികളും ഇല്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ വിഷമമാണ്. ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എനിക്ക് ഈ പുള്ളിയെ ഒരു ഫീൽ ചെയ്ത് എപ്പോഴെന്നറിയോ, ഞാൻ ഇന്നലെ പറഞ്ഞു പട്ടി കുറച്ചപ്പോഴും ഇങ്ങനെ തൊഴുന്ന ഒരു രംഗമുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയായിട്ട് ഒരാഴ്ചയും കൂടി നിൽക്കട്ടായിരുന്നു. ആ പുള്ളി പറയുന്ന കാര്യമുണ്ട്. ഫസ്റ്റ് വീക്കിൽ തന്നെ ചെന്ന് അടുക്കളക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അടുക്കളക്കകത്ത് കയറുന്നവർക്ക് കണ്ടന്റ് വളരെ മോശമായിരിക്കും. അവർ 24 മണിക്കൂർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ അടി നടക്കുമ്പോഴൊന്നും അതിന്റെ ഇടയിലൊന്നും കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ആദിലെ നൂറേരെ കേസ് മറ്റൊന്നുമല്ല. ഈ ആദിലെ നൂറേരെ വിഷയം വരുമ്പോൾ അനീഷ് അവിടെ വന്ന് നിങ്ങൾ എന്തുകൊണ്ട് വീട്ടുകാരായിട്ടോ സംസാരിക്കുന്നില്ല, നിങ്ങളൊരു രമ്യതയിൽ എന്തുകൊണ്ട് എത്താത്തത്, നിങ്ങൾ പറഞ്ഞ് സംസാരിക്കണം എന്നൊക്കെ രീതിയിൽ. അപ്പം അവര് ഫേസ് ചെയ്യുന്ന സാധനം അവർക്കേ അറിയാവൂ എന്നുള്ളതാണ്. കാരണം ഇവരാരും ശ്രമിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പൊ ലാലേട്ടൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അവരനുഭവിക്കുന്നുണ്ടെന്ന് അവർക്കേ അറിയാൻ പറ്റില്ല. ഒന്നാമത് ഈ പറയുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സമൂഹം ഇതുവരെയായിട്ടും അങ്ങോട്ട് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത്, നമുക്കൊക്കെ നാക്കുകൊണ്ടൊക്കെ അല്ലെ കൊണ്ടൊക്കെ പറയാൻ പറ്റും. നമ്മുടെ കുടുംബത്തില് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആരും അങ്ങനെ അതിനെ പോയി അക്സെപ്റ്റ് ചെയ്യാൻ പോകത്തില്ല. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഒരു ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നത് ഒരു മുസ്ലിം ഫാമിലിയും കൂടി നമുക്ക് കുറച്ചുകൂടി ഓർത്തഡോക്സ് ഫാമിലി ഒക്കെ ആവുമ്പോൾ അവർക്കത് പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ അവർ എതിർക്കുമായിരിക്കും. അവർ പറയുന്നുണ്ട് പലരുമായിട്ട് അവർക്ക് പിന്നീട് നല്ല ബന്ധങ്ങളുണ്ട്. പിന്നെ ഈ സമൂഹത്തെയാണ് അവർ പേടിക്കുന്നത്. മെയിനായിട്ട് അവർ സമൂഹം എന്ത് പറയും എന്നുള്ള പേടിയാണ്. അപ്പൊ ആ വിഷമവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പലരും അവര് കുത്തി പറയുമായിരിക്കും ഈ പറയുന്ന ഫീൽഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴോ ഒക്കെ ഈ ഒരു നോട്ടം കൊണ്ടതെങ്കിലും പല രീതിയിൽ എന്നുള്ളൊരു നോട്ടമുണ്ട്. അതൊക്കെ അവർ ഫേസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളൊക്കെ ചെയ്യണം, നിങ്ങളിങ്ങനെ ഒരു അവരുടെ ഫീലിംഗ് അറിയാത്തുള്ള ഒരു ഉപദേശം അതിന് കൃത്യമായിട്ട് ലാലേട്ടൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ പിന്നെ ഡിവോഴ്സ് ആയതാണ്. അപ്പൊ അവിടെ വന്നിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആയില്ല, നമുക്ക് ഒരിക്കൽ കൂടി ചർച്ച ചെയ്ത് നമുക്ക് രമ്യതയിൽ എത്താന്ന് പറയുമ്പോൾ ഈ അനീഷിന് ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ലാലേട്ടൻ അവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് മാത്രമല്ല അനീഷിന് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ കൊടുത്തത്. അനീഷ് ഈ എപ്പിസോഡിന്റെ അവസാനം അനീഷ് വന്ന് അതിനെ ക്ലാരിഫൈ ചെയ്ത് രണ്ടുപേരും പിടിച്ചിരുത്തി അതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതൊക്കെ കണ്ടു. അങ്ങനെ ഈ ആദിൽ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു, വളരെ ജെന്യൂൻ ആയിട്ട് കരഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടാൽ നമുക്കറിയാം ജെന്യൂൻ ആയിട്ടുള്ള കരച്ചിലും എന്റെ ആത്മാവേ എന്റെ ചക്കരെ എന്റെ ജീവനാണ് അത് പറയുമ്പോഴും ഇപ്പോഴത്തെ കരച്ചിലും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആത്മാർത്ഥത ജെന്യൂൻ ആയിട്ട് കരയുന്നതാണോ ഇല്ലേ. ഞാൻ എപ്പോഴും കരുതി ഈ ആദിലായിരിക്കും രണ്ടിലും ഭയങ്കര ബോൾഡ് എന്ന്, പക്ഷെ നേരെ തിരിച്ചാണ് കേട്ടോ. ആദില ഈ പറയുന്ന നൂറേം കാട്ടി എങ്ങുമാണ്, കുറച്ച് സെൻസിറ്റീവുമാണ്, അതുകൊണ്ട് പെട്ടെന്ന് കരയുന്നത്. പിന്നെ അനുമോളുടെ കേസ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ആ പ്രമോയിൽ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ. അനുമോൾ ഉദ്ദേശിച്ചത് അവൻ നോക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ ആ ക്ലിപ്പിംഗിൽ, അതായത് ചെറിയൊരു ക്ലിപ്പിംഗ് മാത്രമാണ് ബിഗ് ബോസ് കാണിച്ചത്. അതായത് ആ പുള്ളിയുടെ നോട്ടം, എന്റെ നോട്ടം ശരിയല്ല. ആ ഒരു ക്ലിപ്പിംഗ് മാത്രം കാണുന്നവർക്ക് എന്ത് തോന്നും, അനുമോൾ മറ്റേ അർത്ഥത്തിലായിരിക്കാം പറഞ്ഞതെന്ന് തോന്നും. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനുമോളെ കൊണ്ട് ഇത് പറഞ്ഞത് എന്നാണ്. അതായത് അനുമോൾക്ക് ഒരു പ്ലസ്, അനുമോൾക്ക് ഒരു ഫേവർ ആണ് അവർ ചെയ്തു കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചതാണ്. പക്ഷെ അന്നത്തെ ഇവര് തന്നെ അത് കംപ്ലീറ്റ് കാണിച്ചാൽ മനസ്സിലാവും. അന്നത്തെ തന്നെ ഞാൻ കണ്ടതാണ്. അവള് പറയുന്നുണ്ട് എനിക്ക് അവൻ നോക്കുന്നതാണ് അപ്പൊ പേടി തോന്നുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയും അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി. പിന്നെ വല്ല ഇതിന്റെ ഇടയിൽ വെച്ച് ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. അഭിയും ഈ പറയുന്ന അനീഷുമായിട്ടുള്ള ഒരു ഫൈറ്റ്. എന്തിനാണ് അനീഷ് അവിടെ എന്തോ അനാവശ്യമായി സംസാരിച്ച് അഭി വന്ന് കുറെ ഷോ ഒക്കെ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അത് ലാലേട്ടൻ നിൽക്കുന്ന ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ വന്ന് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ നാലാൾ കാണും എന്നുള്ളൊരു ഒരു തോട്ടാണ് അവർക്ക്. വീക്കെൻഡ് എപ്പിസോഡിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ടെലികാസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ടെലികാസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അഭി കാണിച്ചതായിട്ടാണ് വളരെ കുറഞ്ഞ ബുദ്ധി എനിക്ക് മനസ്സിലായത്. അത് വലിയ ബുദ്ധിയൊന്നും വേണ്ട, അതിനു വേണ്ടി തന്നെയാണ്. അല്ല വലിയ ഒരു പിന്നീട് ഇത്രയും ഒരു ഒച്ച ഉണ്ടാക്കാനുള്ള ഫൈറ്റും കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുമല്ല പിന്നെ ബാക്കിയുള്ളവരെല്ലാരും ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് മാത്രമാണ് ഔട്ടായത്. ബാക്കി എല്ലാവരും പിടിച്ചു നിർത്തി. ഇതൊരു പണ്ടത്തെ പോലത്തെ ഒരു വലിയ ആഡംബരമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാവരും വിളിച്ചു ഒരു കിട്ടപ്പന മുൻഷി രഞ്ജിത്ത് നിങ്ങൾ ഔട്ടായി എന്ന് പറയുന്നു, അല്ലാതെ ടിക് 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 ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ബാക്കി എല്ലാവരും പേടിച്ചു. രണ്ടാം സുനീരൊക്കെ മുഖം കാണുന്നു, പേടിച്ച് ദൂരെയായിരുന്നത് ഇനി ഔട്ടാവോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അവരൊക്കെ സേവായി. അതിനുശേഷം ഓരോരുത്തരെ വിളിച്ച് അവരൊക്കെ സേവ് ആക്കി ഇരുത്തി. ഇത്രയൊക്കെ തന്നെ നടന്നത്. പിന്നെ വേറെ ഒന്നും ഇല്ല. പിന്നെ നാളത്തെ പ്രൊമോയാണ് നമുക്ക് പ്രത്യേകിച്ച് പറയുന്നത്. നാളത്തെ പ്രൊമോയിൽ പറയുന്നത് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ്. ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുമായിട്ട് ഒരു ആശയ വിനിമയവും കാണത്തില്ല എന്നുള്ളത്. അതിന് എനിക്ക് തോന്നുന്നു ഈ റാങ്ക് ടാസ്ക് ആണ്. ഫസ്റ്റ് ആര് വന്നിരിക്കും പൊസിഷനുള്ള എല്ലാ ബിഗ് ബോസിലും കാണുന്ന ഒരു ടാസ്ക് ആണ്. അവിടെ വെച്ചുള്ള അടിയാണ്. പിന്നെ അനീഷ് 1-ാം നമ്പർ തന്നെ വേണം. അനീഷ് ബിഗ് ബോസ് തന്നെ കുറെ ദൂരം പിന്നെ കണ്ടുപഠിച്ച് അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് വെയിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ 1-ാം സ്ഥാനത്ത് വരുമ്പോൾ അത് വിട്ടുകൊടുത്തതിന് ലാലേട്ടൻ നാളെ ചോദിക്കും എന്തിന് നിങ്ങൾ അത് വിട്ടുകൊടുത്തു ചോദിക്കും. അതുകൊണ്ട് തന്നെ അനീഷ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പിന്നീട് ആ കസാര എടുക്കവനെ ഞാൻ കൈ വെട്ടുമെന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് വന്നു അഭിയോ പിന്നീട് നമ്മുടെ അപ്പാനിയൊക്കെ വന്ന് നീ എന്തെങ്കിലാണ് പറഞ്ഞ അങ്ങോട്ടൊരു ഒരു പ്രശ്നം. ഈ പ്രശ്നം അനീഷുമായിട്ടുള്ള പ്രശ്നം ഇനി ഇതിൽ ഉടനീളം ഇങ്ങനെ പൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അനീഷ് ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കും. അതുവഴി അനീഷിനും ഒരു കണ്ടന്റ് കിട്ടും, ബാക്കിയുള്ളവർക്ക് ഒരു കണ്ടന്റ് കിട്ടും, നമുക്ക് പറയാൻ ഒരു കണ്ടന്റ് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ അനീഷ് ഉണ്ടെങ്കിലേ കണ്ടന്റ് ഉണ്ടാവൂ എന്നൊന്നുമില്ല. അനീഷ് മാറിക്കഴിഞ്ഞാൽ വേറെ കണ്ടന്റ് വരും. കഴിഞ്ഞ പ്രാവശ്യം രതീഷിന്റെ കേസ് ഇതുപോലായിരുന്നു. നമ്മളൊക്കെ പറഞ്ഞു രതീഷ് പോയി ഇനി ആര് കണ്ടന്റ് കൊണ്ടുവരും. പക്ഷെ രതീഷ് വേണ്ട അടുത്ത ദിവസം വേറെ പുതിയ കണ്ടന്റുകൾ വരും. ഈ അനീഷ് ഇങ്ങനെ കുറെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വേറെ കണ്ടന്റിനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും ഒരു ഒത്തുചേർന്ന് അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അനീഷ് ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതെല്ലാം അത് തന്നെയാണ്. ഇത്രയൊക്കെ തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഇന്നലെ ഫസ്റ്റ് എപ്പിസോഡിൽ കൊണ്ടുവന്ന പട്ടിയെ കാണാനില്ല. എവിടെ പോയി? ആ കമ്പ്യൂട്ടർ ഡോഗ് ഉണ്ടായിരുന്നല്ലോ, റോബോട്ട്, അതിനെ കാണാനില്ല. അത് മിക്കവാറും കയറ്റി വിടുമായിരിക്കും. അതുമല്ല ലാലേട്ടൻ പറഞ്ഞ മറ്റൊരു കേസ്, വിട്ടുപോയ ഒരു കേസാണ്. മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളിത് മുമ്പേ അറിഞ്ഞതാണ്, ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകും. അതുമല്ല ജയിലിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു. അതും ഉണ്ടാകുമെന്ന് നേരത്തെ അറിഞ്ഞു. അത് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു മിഡ് വീക്ക് എവിഷൻ, ജയിലിൽ ചില പൊളിച്ചു പണിയുന്ന അങ്ങനെയൊക്കെ ഒരു ന്യൂസുകൾ കേൾക്കുന്നത് കൊണ്ട് ലാലേട്ടൻ തന്നെ പറഞ്ഞു ജയിലിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു മിഡ് വീക്ക് എവിഷൻ ഒരു 3 ആഴ്ചയിൽ ഉള്ളിൽ
ഈ ആഴ്ച തന്നെ അല്ലെ ഒരു 3 ആഴ്ചയിലുള്ള ഒരു മിഡ് വീക്ക് എവിഷൻ വെക്കാനുള്ള ചാൻസസ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. അത് ലാലേട്ടൻ തന്നെ ഇന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.